അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. ബഹുമാനമുള്ള എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരെ, മുസ്ലിം സഹോദരന്മാരെ, സഹോദരിമാരെ, ഞാൻ പ്രത്യേകം മുസ്ലിം സഹോദരിമാരെ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, മുസ്ലിങ്ങളാണ് ഹജ്ജിനായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അവസാനം 9-ാമത്തെ ദിവസം വരുന്ന ദുൽഹജ്ജ് 9-ന് അറഫയാണ്. ഹജ്ജിന്റെ കർമ്മത്തിത്തെ പ്രധാനപ്പെട്ട കർമ്മമാണ് അറഫ. അറഫയിൽ നിൽക്കുന്ന ഹാജിമാർക്ക് നിർബന്ധമില്ല നോൽമ്പ് നോൽക്കല്. എന്നാൽ അറഫയിൽ നിൽക്കാത്ത ബാക്കി വരുന്ന എല്ലാവർക്കും ഈ നോൽമ്പ് നോൽക്കണമെന്ന നിർബന്ധമുണ്ട്. ആ നിർബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നാണോ അറഫ 9 അന്ന് നോൽമ്പ് നോൽക്കാനാണ് പ്രവാചകൻ കൽപ്പിച്ചത്. പ്രവാചകൻ ജീവിച്ചത് മക്കത്തും മദീനത്തുമാണ്. മക്കത്തും മദീനത്തുമാണ് പ്രവാചകൻ ജീവിച്ചത്. ആ ജീവിച്ച പ്രവാചകനാണ് ഇത് പറഞ്ഞത്. എന്ത്? നിങ്ങൾ അറഫ നോമ്പ് നോൽക്കണം എന്നുള്ളത്. പക്ഷെ പിന്നെ വരുന്ന ഹദീസുകളും പിന്നെ കാലഘട്ടത്തിൽ വരുന്ന പണ്ഡിതന്മാരുമാണ് എന്ത് പറഞ്ഞത്? പിന്നെ അതാത് സ്ഥലത്തുള്ള ആളുകൾക്ക് എന്നാണോ അറഫ, അന്നത്തെ മാസപ്പിറവിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ദിവസം ഏതാണോ ദുൽഹജ്ജ് 9 അന്ന് നോറ്റാ മതി എന്ന് പറയുന്നത് പിന്നെ വരുന്ന പണ്ഡിതന്മാരാണ്. പ്രവാചകൻ പറഞ്ഞത് എന്താണ്? അറഫ നോമ്പ് ആണ് നോൽക്കേണ്ടത്. നമ്മൾ നോൽക്കുന്നതും എന്താണ്? അറഫ നോമ്പാണ്. ദുൽഹജ്ജ് 9-ാമത്തെ ദിവസം, കർമ്മത്തിന്റെ 9-ാമത്തെ ദിവസം വരുന്ന അറഫ നോമ്പാ നോൽക്കുന്നത്. പ്രവാചകന്റെ കാലഘട്ടത്തില് ഇന്റർനെറ്റോ ഇങ്ങനത്തെയുള്ള യൂട്യൂബ് സംവിധാനമോ ലൈവായിട്ട് കാണാൻ പറ്റുന്ന സംവിധാനമോ ഇല്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. കാരണം ഈ NV സക്കരിയ എന്ന് പറയുന്ന പണ്ഡിതൻ പറയുന്ന ചില കാര്യങ്ങളിൽ എനിക്കത് പറയണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വാക്കുകൾ പറയുന്നത്. നിങ്ങൾ ഇദ്ദേഹത്തിന്റെ വാക്ക് പ്രത്യേകം കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. ലാസ്റ്റ് ഇദ്ദേഹം പറയുന്നത് എന്താണ്? വല്ലാഹു അഅലം, അള്ളാഹുവിനെ അറിയാം, അള്ളാഹുവിനെ എല്ലാം അറിയാം, അള്ളാഹുവിനെ അറിയാം. പ്രവാചകൻ എന്താ കൽപ്പിച്ചത്? ഇദ്ദേഹം പറയുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാരണം. ഏതു ദിവസമാണ് നോൽക്കേണ്ടത് എന്നതിനെ പറ്റി നാം ഹദീസുകൾ പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നോമ്പുകളെ പറ്റി ശബ്ദം കേൾക്കുന്നുണ്ടാവും. പ്പെട്ട ചിലർ റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടുകളാണ്. അത് ഇമാം അബൂദാവൂദും നസായിയും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. കാന യസൂമു تسعة ذي الحجة ويوم عاشوراء وثلاثة أيام في الشهر ويوم الاثنين والخميس. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നത് ഒന്ന് ദുൽഹിജ്ജ 9-ന്, അതുപോലെ ആഷൂറ നോമ്പ് അഥവാ മുഹറം 10-ന്, മാസത്തിൽ 3 ദിവസം, അതുപോലെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും. ഇങ്ങനെയാണ് റസൂലിന്റെ സുന്നത്ത് നോമ്പുകളെ പറ്റി നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. ഇതിൽ ദിൽഹിജ്ജ മാസത്തിൽ 9 എന്ന് ഇവിടെ റസൂലുള്ളാഹി പറഞ്ഞത് അറഫ നോമ്പിനെ സംബന്ധിച്ചാണ്. ചില പണ്ഡിതന്മാർ ഇത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 9 ദിവസത്തെ ഉദ്ദേശിച്ചാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബാക്കളോ ആദ്യത്തെ 9 ദിവസം തുടർച്ചയായി ദുൽഹിജ്ജ മാസത്തിൽ നോമ്പ് നോറ്റതായി സഹീഹായ റിപ്പോർട്ടുകളിൽ നിന്നൊന്നും നമുക്ക് കാണാൻ സാധ്യമല്ല. ഇവിടെ നിങ്ങൾ കേട്ടില്ലേ? പ്രവാചകന്റെ നോൻപിനെ കുറിച്ചിട്ടാണ് ചോദിച്ചതും പറഞ്ഞതും. അതിലെന്താണ് ചില പണ്ഡിതന്മാര് പറഞ്ഞ എന്താണ്? 9 ദിവസവും നോൽമ്പ് നോൽക്കണം എന്നാ. അങ്ങനെ പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നാ പറഞ്ഞത്. ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. അഭിപ്രായ വ്യത്യാസം ഉണ്ട്. അപ്പൊ ഈ അഭിപ്രായ വ്യത്യാസം പണ്ഡിതന്മാർക്കല്ലത്, പ്രവാചകനല്ല. പ്രവാചകൻ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. പണ്ഡിതന്മാര് മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാനാ? പ്രവാചകന് പറഞ്ഞിട്ടില്ല. അപ്പൊ പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസമാണത്. അപ്പൊ അതിന് നമ്മൾ എന്തിനാണ് ബലിയാടാകേണ്ട ആവശ്യം? നമുക്ക് അള്ളാഹു ബുദ്ധി തന്നിട്ടുണ്ട്, ചിന്തിക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട്. ഇന്ന് സാഹചര്യങ്ങളുണ്ട് മനസ്സിലാക്കാൻ. അത് മനസ്സിലാക്കുക. മറിച്ച് ഇവിടെ പ്രയോഗിക്കപ്പെട്ടിരിക്കുന്ന ദിൽഹിജ്ജ എന്നാണ്. ദിൽഹിജ്ജ 9 അഥവാ അറഫ നോമ്പ് നോൽക്കേണ്ടത് ദുൽഹിജ്ജ 9-നാണ് എന്നർത്ഥം. അതുകൊണ്ട് അറഫയിൽ സമ്മേളിക്കാത്ത ആളുകൾ എല്ലാവരും
ദുൽഹിജ്ജ 9 നോമ്പ് നോൽക്കണം. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം എന്നാണ് നോമ്പ് നോൽക്കേണ്ടത്? നമുക്ക് എന്നാണ് ദുൽഹിജ്ജ 9 അന്നാണ് നമ്മൾ അറഫ നോമ്പ് നോൽക്കേണ്ടത്. ഇപ്പോൾ സ്വാഭാവികമായും ചിലപ്പോ അത് അറഫയിൽ ഹാജിമാർ സമ്മേളിച്ചതിന് ശേഷമാകാം. ലോകത്ത് ദുൽഹിജ്ജ 9 ചില സന്ദർഭത്തിൽ അറഫയിൽ ഹാജിമാർ സമ്മേളിച്ചതിന് ശേഷമാകുന്ന സ്ഥലങ്ങളുണ്ടാവും, മുമ്പാകുന്ന സ്ഥലവും ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഈ നോമ്പ് നോൽക്കേണ്ടത് എന്ന് ഷെയ്ഖ് ഹുസൈമിനോട് ഈ വിഷയകമായി പല ലോകത്ത് ഉള്ള ആളുകൾക്കുള്ള നിർദ്ദേശമാണ് ഇപ്പൊ പറയുന്നത്. അത് ഷെയ്ഖ് ഹുസൈമി എന്ന് പറഞ്ഞ പണ്ഡിതനാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? പിന്നെ ദുൽഹജ്ജ് 9 നോൽക്കേണ്ടത്. അത് ചില സമയത്ത് സൗദിയിൽ അല്ലാത്ത പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് മുമ്പേ വരാം. അവിടെ നാളെയാണ് അറഫ നടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പുറത്ത് നിൽക്കുക ആവാം, അതേപോലെ തന്നെ പിറ്റേന്നും ആവാം. അത് ഇപ്രാവശ്യം അങ്ങനെ സംഭവിക്കുന്നത്. ഈ പ്രാവശ്യം അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. വ്യാഴാഴ്ചയാണ് അറഫ നിൽക്കുന്നത്. ഈ അറഫയിൽ നിൽക്കുമ്പം ഞാനൊക്കെ വ്യാഴാഴ്ച ദിവസമാണ് നോൽമ്പ് നോൽക്കുന്നത്. കാരണം അറഫയിൽ നിൽക്കുന്ന ഹാജിമാരെ നമുക്ക് നേർക്ക് നേരെ ലൈവായിട്ട് ഇന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ഞാൻ വ്യാഴാഴ്ച തന്നെ നോൽമ്പ് നോൽക്കും. അറഫ പ്രധാനപ്പെട്ട ഒരു ആരാധന കർമ്മയാണ്. അറഫയിൽ നിൽക്കുന്ന ഹാജിമാർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പുറത്ത് നിൽക്കുന്ന ആളുകളും നോമ്പ് നോറ്റുകൊണ്ട് പ്രാർത്ഥനയിൽ നിൽക്കണം എന്നാണ് അതിന്റെ പൊരുള്. അത് ഞാൻ പിറ്റേന്ന് നോറ്റുകൊണ്ട് എന്താ കാര്യം? എനിക്കറിയാലോ. കാരണം ഒരു മാസപ്പിറവിന്റെ കുറച്ച് മണിക്കൂറിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ സൗദി അറേബ്യയും ഇന്ത്യ നമ്മളെ കേരളത്തായിട്ട് ഉള്ളത്. പിന്നെ നമുക്ക് നമ്മളെ കാസർഗോഡ് തിരുവനന്തപുരത്തും വ്യത്യാസമല്ലേ? സമയം കൊണ്ട് വ്യത്യാസം ഉണ്ടല്ലോ യാത്ര. അപ്പൊ കാസർഗോഡ് കണ്ടാല് തിരുവനന്തപുരം കണ്ട ആൾക്കാർക്ക് എന്തുണ്ട്? അത് സ്വീകരിക്കുന്നുണ്ട്. കോഴിക്കോട് കണ്ടോല് അപ്പൊ അത് എന്തുകൊണ്ട് ഞമ്മക്കത് സ്വീകരിച്ചൂടാ? സൗദി അറേബ്യ ഈ ലോകത്ത് തന്നെയുള്ള സ്ഥലല്ലേ? അപ്പൊ ഒരു മാസപ്പിറവി കണ്ടു, അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ ആരംഭിച്ചു. ആ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ വരുന്ന 9ാമത്തെ ദിവസം നമുക്ക് എന്തുകൊണ്ട് നോൽമ്പ് നോറ്റൂടാ? ഇല്ലെങ്കിൽ പ്രവാചകൻ നിർബന്ധിച്ച് പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല, ഇദ്ദേഹം തന്നെ പറഞ്ഞു കേട്ടോളി. ആളുകളും ചോദിക്കുകയുണ്ടായി. വിദേശ എംബസികളിൽ ജോലി ചെയ്യുന്ന അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഷെയ്ഖ് ഹുസൈമിനോട് ചോദിച്ചു, സൗദി എംബസിയുടെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഷെയ്ഖ് ഹുസൈമിനോട് എങ്ങനെയാണ് ഞങ്ങൾ നോമ്പ് നോൽക്കേണ്ടത്? ഞങ്ങളുടെ ഈ നാട്ടില് ആളുകൾ അറഫയിൽ സമ്മേളിച്ചതിന് ശേഷമാണ് ഇവിടെ അറഫ ദുൽഹിജ്ജ 9 വരുന്നത്. ഞങ്ങൾ മക്കയിൽ അറഫയിൽ ആളുകൾ സമ്മേളിക്കുന്ന ദിവസമാണോ നോമ്പ് നോൽക്കേണ്ടത്, അതല്ല ഈ നാട്ടുകാരുടെ ദുൽഹിജ്ജ 9 അന്നാണോ എന്ന് ഷെയ്ഖ് ഹുസൈമിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി, നിങ്ങളുടെ നാട്ടിൽ എന്നാണോ ദുൽഹിജ്ജ 9 അന്നാണ് നോമ്പ് നോൽക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ആളുകൾ എന്നാണ്, അത് അദ്ദേഹത്തിന്റെ അഭിപ്രായ. പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടായിട്ട് നമുക്ക് തെളിവില്ല. പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ട് തെളിവില്ല, ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഞാൻ എന്റെ അഭിപ്രായം പറയല്ല, ഇത് ഹുസൈമിന്റെ അഭിപ്രായം ഹുസൈമി പറഞ്ഞു. അതൊരു പണ്ഡിതനാണ്. അള്ളാന്റെ റസൂൽ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞതായിട്ടില്ല. ഇല്ലാന്നില്ല തെളിവ് ഞാൻ ഇപ്പൊ തന്നെ കാണിച്ചു തരാം. അറഫയിൽ സമ്മേളിക്കുന്നത് ആ ദിവസം നിങ്ങൾ നോമ്പ് നോൽക്കണം എന്ന് ആരോടും കൽപ്പിച്ചിട്ടില്ല. മാത്രമല്ല റസൂലുള്ളാഹി രണ്ടാമത്തെ കാര്യങ്ങൾ പറഞ്ഞു കേട്ടില്ലേ? പ്രവാചകന് പിന്നെ നോൽമ്പ് നോൽക്കണം, അറഫയിൽ നിൽക്കണമെന്ന് എല്ലാരും നോൽമ്പ് നോൽക്കണം ആരോടും കൽപ്പിച്ചിട്ടില്ല. എന്താ ഇനി പറയാ മറുപടി? അങ്ങനെയാണോ? മദീനയിൽ ജീവിക്കുന്ന സന്ദർഭത്തില് മക്കയിൽ എന്നാണ് ദുൽഹിജ്ജ 9 അഥവാ മക്കയിൽ എന്നാണ് അറഫയിൽ ആളുകൾ സമ്മേളിക്കുന്നത് എന്ന് കൃത്യമായി അറിയാനുള്ള രീതി തന്നെ ആ കാലഘട്ടങ്ങളിൽ ഇല്ല. ഇവിടെയാണ് പോയിന്റ്. എന്നിട്ട് ഇയാളെന്നെ പറയാണ്, മക്കയിൽ നിൽക്കുന്ന പ്രവാചകന് മദീനയിൽ നിൽക്കുന്ന പ്രവാചകന് മക്കയിൽ നടക്കുന്ന കാര്യങ്ങൾ ആ ലൈവായിട്ട് അറിയാനുള്ള സംവിധാനങ്ങൾ അന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യുന്നല്ലേ ബാക്കി. ഒന്നും കൂടി കേട്ടോളൂ. അങ്ങനെ ചെയ്തിട്ടില്ല. മാത്രമല്ല എംബസികളിൽ ജോലി ചെയ്യുന്ന അവിടുത്തെ ആളുകൾ സമ്മേളിക്കുന്ന ദിവസമാണോ നോമ്പ് നോൽക്കേണ്ടത്, അതല്ല
ഈ നാട്ടുകാരാണ് നോമ്പ് നോൽക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ആളുകൾ എന്നാണ് അറഫയിൽ സമ്മേളിക്കുന്നത് ആ ദിവസം നിങ്ങൾ നോമ്പ് നോൽക്കണം എന്ന് ആരോടും കൽപ്പിച്ചിട്ടില്ല. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ജീവിക്കുന്ന സന്ദർഭത്തില് മക്കയിൽ എന്നാണ് ദുൽഹിജ്ജ 9 അഥവാ മക്കയിൽ എന്നാണ് അറഫയിൽ ആളുകൾ സമ്മേളിക്കുന്നത് എന്ന് കൃത്യമായി അറിയാനുള്ള രീതി തന്നെ ആ കാലഘട്ടങ്ങളിൽ ഇല്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ചെയ്തു. മനസ്സിലായല്ലേ? ഇത് മുഴുവൻ കേൾപ്പിക്കാൻ ഒരുപാട് സമയം എടുക്കും. എന്താ പറഞ്ഞത്? പ്രവാചകന് അറഫയിൽ നിൽക്കണ മക്കത്ത് നിൽക്കണ പ്രവാചകന് മദീനത്ത് നിൽക്കണ പ്രവാചകന് മക്കയിലാണ് അറഫ നടക്കുന്നത്. അത് അറിയാനുള്ളൊരു സംവിധാനം അന്ന് ഇല്ല എന്ന് ഈ പണ്ഡിതൻ തന്നെ സമ്മതിക്കണ്. ഉണ്ടായിരുന്നെങ്കിൽ പ്രവാചകന് കൽപ്പിക്കുമായിരുന്നില്ലേ അതാ അന്നാണ് അവിടെ അറഫ നടക്കുന്നത്. കാരണം നമ്മളിവിടെ മദീനത്തും മക്കത്തും വലിയ ദൂരമൊന്നുമില്ല. അപ്പൊ പ്രവാചകൻ പറയില്ലേ അവിടെ മദീനത്തില് പിന്നെ അറഫയാണ് മക്കത്ത് അറഫ നടക്കണ, അതുകൊണ്ട് നമുക്ക് അറഫ നോമ്പ് നോൽക്കാന്ന് പറയില്ലേ? ഇവര് പറഞ്ഞ വാദാണ് ചെന്ന മക്കത്തുനിന്ന് ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും പോയിട്ടുണ്ടാവൂലേ? മക്കത്തുനിന്നും ലോകത്തുനിന്നും ഒക്കെ ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് മദീനത്തുനിന്നും വേറെ സ്ഥലത്തുനിന്നും ഒക്കെ ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ മക്കത്തേക്ക് പോണത്. അപ്പൊ മക്കത്തുനിന്ന് ആരും പോയിട്ടുണ്ടാവൂലേ പ്രവാചകന്റെ കാലഘട്ടത്തില്? അപ്പൊ ഇന്നെ ചിന്തിപ്പിച്ച കാര്യം ഇതാണ്. എന്ത്? ഈ പറയുന്ന പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളാണ് ഇന്ന് നമുക്ക് ലൈവായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് നമുക്കത് ചെയ്താൽ അള്ളാഹുവിന്റെ അടുത്ത് പ്രതിഫലം കിട്ടുന്നില്ല കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. എന്തുകൊണ്ട് വെച്ചാൽ നമ്മൾ ഈ ഇജ്തിഹാദ് നമ്മൾ മനസ്സിലാക്കുകയാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇദ്ദേഹം പറയുന്ന വിഷയം നമ്മൾ മനസ്സിലാക്കി. അന്ന് പ്രവാചകൻ ഇതൊന്നും മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങൾ ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ സ്വീകരിച്ചിക്കുമായിരുന്നു എന്നല്ല അതിന്റെ ബാക്കി വരുന്ന അർത്ഥം. ഇനി നിങ്ങൾക്ക് എന്താ ശരി തോന്നുന്നത് നിങ്ങൾ ചെയ്യുക. സഹോദരന്മാരെ ഞാൻ നിങ്ങൾ അന്ന് ചെയ്യണമെന്നും പറയില്ല, ചെയ്യണ്ടെന്നും പറയില്ല. ഞാന് അറഫയിൽ എന്നാണോ ഹാജിമാര് നിൽക്കുന്നത് അന്ന് ഞാൻ നോൽമ്പ് നോൽക്കും. ഇത്രേ ഞാൻ പറയണുള്ളൂ. അതുകൊണ്ട് അള്ളാഹു തആല നമുക്ക് ചിന്തിക്കാനുള്ള കഴിവ് തരട്ടെ. പിറ്റേന്ന് നോൽമ്പ് നോൽക്കുന്നോണ്ട് അത് എന്താണ് അതിന്റെ ഇത് എനിക്ക് മനസ്സിലാവണില്ല. നമുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എല്ലാം മനസ്സിലാവില്ല. കുറഞ്ഞ സമയത്തെ വ്യത്യാസം മാത്രമേ ഉള്ളൂ സൗദി അറേബ്യയും കേരളത്തുമായിട്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ശരി തോന്നുന്നത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക, നല്ല കമന്റിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എന്താ ശരി തോന്നുന്നത് നിങ്ങൾ പ്രവർത്തിക്കുക. എനിക്ക് ശരി തോന്നിയത് ഹജ്ജിന്റെ കർമ്മത്തിൽ അവസാനത്തെ 9ാമത്തെ ദിവസം വരുന്ന അറഫ നോൽമ്പാണ് നമ്മൾ നോൽക്കുന്നത്. ഹാജിമാർ അറഫയിൽ നിൽക്കുമ്പോ നമ്മളോട് നോൽമ്പ് നോൽക്കാനാണ് പറഞ്ഞത്. ഇന്ന് വ്യാഴാഴ്ചയാണ് അറഫ നടക്കുന്നത്. അറഫ നടക്കുന്ന സന്ദർഭത്തിൽ ഞാൻ നോൽമ്പ് കണ്ടുകൊണ്ട് എന്റെ ടിവിയിലും എന്റെ യൂട്യൂബിലും എനിക്ക് കാണാൻ പറ്റും നോൽമ്പ് അവിടെ അറഫ നടക്കുന്നത്. അതുകൊണ്ട് അന്ന് ഞാൻ നോൽമ്പ് നോൽക്കുന്നതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നു. അല്ലാഹു തആല എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. പണ്ഡിതന്മാർ പറയുന്നത് എല്ലാം നമ്മൾ കേൾക്കുക. നമുക്ക് അല്ലാഹു തആല ബുദ്ധി തന്നിട്ടുണ്ട്. ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. പരമാവധി നമ്മൾ സത്യത്തിന്റെ കൂടെ നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതിന് നമ്മൾ ഉത്തരവാദികളല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.